രാജ്യത്തിന്റെ പട്ടാളമാണ് ലോറി ഡ്രൈവർമാർ. രാജ്യത്തിന്റെ പട്ടാളം എങ്ങനെയാണോ ഉറക്കമൊഴിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ലോറി ഡ്രൈവർമാർ ഉറക്കമൊഴിച്ച് നമുക്ക് അന്നങ്ങൾ കൊണ്ടുവരുന്നത്. സിദ്ദീഖ് പരസ്യമായി മാപ്പ് പറയണം. പരസ്യമായിട്ട് ലോറി പ്രസ്ഥാനത്തിനോട് മാപ്പ് പറയണം. ഇന്ത്യ രാജ്യത്ത് ഒരു വയനാട് ചുരമല്ലുള്ളത്, ആയിരക്കണക്കിന് ചുരങ്ങളുണ്ട്. അവിടെ ഒന്നും ലോറി പോയിക്കൂടാ, ബസ് പോയിക്കൂടാ. ഞങ്ങൾ ജീവൻ കൊടുത്ത് ഈ ചുരം നിലനിർത്തും. ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഈ ചുരം. ഇതിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ചണ്ടക്ക് തല്ലുകൊള്ളുക എന്നുള്ള എന്ത് വിഷയം വന്നാലും ഈ ലോറിക്കാരെ നേർക്കാണ് എല്ലാവരും ചണ്ട മുട്ടുന്നത്. വഴിയിൽ പോണവർക്ക് ആർക്കും ചണ്ട മുട്ടാനുള്ളതല്ല ഇവിടുത്തെ ലോറിക്കാരും തൊഴിലാളികളും എന്നുള്ള ഈ സിദ്ദീഖ് MLA മനസ്സിലാക്കുന്നത് നന്നായി. ടൂറിസ്റ്റ് ഹബ്ബാക്കി മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള വഴി, റോഡ് മാർഗം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം, ഏതെങ്കിലും ട്രെയിൻ മാർഗമോ അത് കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. 24 മണിക്കൂറും ഉറക്കമൊഴിഞ്ഞുകൊണ്ടാണ് മനുഷ്യന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ ഇവിടെ എത്തിക്കുന്നത്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്, ചരക്ക് വാഹനങ്ങളാണ്. അതിനല്ലേ കളക്ടർമാര് ഈ MLA ഒക്കെ പോകേണ്ടി? ലോറിക്കാരെ പുറത്ത് കുതിര കയറുകയാണോ വേണ്ടി ഈ MLA? ചുരത്തിൽ മെയിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചുരം സംരക്ഷണ സമിതി, ഗ്രീൻ ബ്രിഗേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്സവങ്ങൾ എല്ലാ സമയത്തും ഉത്സവങ്ങളാ, എല്ലാ സമയത്തും ആഘോഷങ്ങളാ. അപ്പോൾ ഈ ആഘോഷങ്ങൾ സമയത്ത് ശരിക്കും ഇങ്ങോട്ടേക്ക് ആരും വരാതിരുന്നാൽ മതി എന്നും കൂടെ പറയാം. ബഹുമാനപ്പെട്ട MLA എന്ന് മാത്രമല്ല, ഭരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും വന്നാലും ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യും. ഞാൻ ഇത്ര കാലമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന പല കാറുകളും ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ക്രോസ് ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടാക്കല്ലാതെ ലോറി ഡ്രൈവർമാർ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ 6 വരിപ്പാത ഉണ്ടല്ലോ അല്ലേ? അതിലൂടെ ഏത് സ്പീഡ് ട്രാക്ക് ഏതാണ്, നോർമൽ ട്രാക്ക് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ആളുകളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിവരമുള്ള MLA ഞങ്ങളെ പോലത്തെ ലോറിക്കാർക്ക് വയനാട് ജില്ലയിൽ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രാഥമിക കർമ്മം നിർവഹിക്കാനും ടോയ്ലറ്റോ പാർക്കിങ്ങോ വയനാട് ജില്ലയിൽ കൽപ്പറ്റ പരിസരത്തൊന്നുമില്ല. നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി ചുരത്തിന്റെ 3ാം വളവിലാണ്. ടി സിദ്ദീഖ് ലോറി ഡ്രൈവർമാർക്കെതിരെ മോശം പരാമർശം നടത്തി എന്നുള്ള രീതിയിലേക്കാണ് ലോറി ഡ്രൈവർമാരും ഓണേഴ്സും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. രാജ്യത്തിന്റെ മിലിറ്ററിയാണ് ലോറി ഡ്രൈവർമാർ. രാജ്യത്തിന്റെ പട്ടാളമാണ് ലോറി ഡ്രൈവർമാർ. രാജ്യത്തിന്റെ പട്ടാളം എങ്ങനെയാണോ ഉറക്കമൊഴിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ലോറി ഡ്രൈവർമാർ ഉറക്കമൊഴിച്ച് നമുക്ക് അന്നങ്ങൾ കൊണ്ടുവരുന്നത്. എന്തായാലും ടി സിദ്ദീഖ് എന്ന എൻ്റെ സുഹൃത്തിനോട് പറയാനുള്ളത് ഇത്തരം പരാമർശങ്ങൾ വേണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് വലിയ രീതിയിലേക്ക് വേദനയോടെയാണ് ഞാൻ താങ്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ശരിക്കും ഇത്തരം രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയോട് നിങ്ങൾക്ക് പറയാനുള്ളത്? തികച്ചും ബാലിശമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ രാജ്യത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിനെ മിലിറ്ററി എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ലോറി തൊഴിലാളികൾ ഈ രാജ്യത്തെ അന്നധാന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതും ജനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവരുന്നതും. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവിടെ യാതൊരു തടസ്സവുമില്ല എങ്കിൽ പോലും അത് സർക്കാർ തലത്തിലുള്ള ഒരു കൃത്യത ഇതിൽ ചുരത്തിൽ വരുത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഈ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കളക്ടറേറ്റിലുണ്ടായ ഒരു ധർണയിൽ അദ്ദേഹം ലോറി ഡ്രൈവർമാരെ വളരെ മോശപ്പെട്ട രീതിയിൽ പരാമർശിച്ചത് തികച്ചും അപലപനീയമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞേ തീരൂ എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ഞങ്ങൾ എല്ലാ സമയത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ഉറക്കമൊഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ 24 മണിക്കൂറും ഉറക്കമൊഴിഞ്ഞുകൊണ്ടാണ് മനുഷ്യന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ ഇവിടെ എത്തിക്കുന്നത്. അതിൽ നിതാന്ത ജാഗ്രത പുലർത്തിയാണ് എല്ലാ വാഹന തൊഴിലാളികളും പ്രവർത്തിക്കുന്നത്. തികച്ചും അദ്ദേഹം മാപ്പ് പറയണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഈ ചുരത്തിലെ ഈ ബ്ലോക്ക് തീർന്ന് സുഗമമായ ട്രാൻസ്പോർട്ട് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് സർക്കാരിനോടും പറയാനുള്ളത്. എല്ലാ ജനങ്ങൾക്കും ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ട് ഇല്ലാതെ കാര്യങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം, വലിയ ഇതിലേക്ക് നിന്ന് പോകാൻ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് ശരിക്കും ഈ ലോറി ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ, അല്ലെ ലോറി ഡ്രൈവേഴ്സ് അല്ലെ, നിങ്ങളൊക്കെ ഓണേഴ്സാണ്. പലപ്പോഴും ഇതിന്റെ മെയിൻ്റെനൻസും മറ്റുള്ള പെട്രോൾ ചാർജും പെട്രോളിനൊക്കെ അല്ലെങ്കിൽ ഡീസലിനൊക്കെ കൊള്ളയടിയാണ്. അത്തരം രീതിയിലേക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു സംഭവം ഇന്ന് നിലവിലുണ്ട്. മോശക്കാരാക്കുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവുന്ന എൻ്റെ ചോദ്യം.
ശരിക്കും കേരളത്തിലെ ചരക്ക് വാഹന ഉടമകളും തൊഴിലാളികളൊക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്, ചരക്ക് വാഹനങ്ങളാണ്. അയൽ സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 ഇരട്ടി ടാക്സ് കൂടുതൽ ഞങ്ങളോട് സർവീസ് നടത്തണേ. ഈ കേരളത്തിലേക്ക് ഏറ്റവും സുഗമമായിട്ട് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ചരക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരമാണിത്. ഈ ചുരത്തിൽ ലോറിക്കാരെ നിയന്ത്രിക്കണം എന്നുള്ളത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് വെറുതെ ഒരു ദിവസം എഴുന്നേറ്റ് പറഞ്ഞതല്ല. ഇത് ഇവിടുത്തെ റിസോർട്ട് മാഫിയകളുടെ, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ഈ ചുരം യാതൊരു തടസ്സമില്ലാതെ, ഈ ലോറിക്കാരുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ലോറിക്കാരുടെ ഒരു തടസ്സവും ഇല്ലാതെ ഈ ചുരം വിട്ടുകിടണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതിന് സിദ്ദിഖിനെ പോലുള്ള ഒരു നല്ലൊരു MLA ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനുള്ള ഒരു സാമാന്യ ബോധം സിദ്ദിഖിനെ പോലുള്ള ഒരു MLA കാണിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അത് കാണിക്കാത്തത് കൃത്യമായിട്ട് ഈ റിസോർട്ട് മാഫിയകളിൽ നിന്നും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളിൽ നിന്നും നല്ല പണം മേടിച്ചിട്ടാണെന്നുള്ളത് ഞങ്ങൾ ആരോപിക്കും. കാരണം അല്ലാതെ സിദ്ദിഖിനെ പോലുള്ള ഒരു MLAക്ക് ചരക്ക് വാഹനങ്ങളെ ഇവിടെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിയില്ല എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ചുരം തടസ്സപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു തീരുമാനം വരും എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും, ഒരു തർക്കവും വേണ്ട. ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ ഒരു ചുരത്തിൽ മാത്രമാണ്, ഞങ്ങൾ ഈ 3-ാം വളവിൽ മാത്രമാണ് ഞങ്ങൾ സമരം നടത്തുകയാണെങ്കിൽ, നാളെ ഈ വയനാട് ചുരത്തിൽ ഒരു മനുഷ്യ ചങ്ങല തീർക്കാൻ ഇവിടുത്തെ ചരക്ക് വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും സാധിക്കും. അത് ബഹുമാനപ്പെട്ട സിദ്ദിഖ് മനസ്സിലാക്കണം, സിദ്ദിഖിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, താങ്കൾ പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഇത്തരം പ്രസ്താവന നടക്കുന്ന സമയത്ത് ക്ഷമാപണം ശരിക്കും നടത്തേണ്ടതാണ് എന്നാണ് താങ്കൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് പഠിക്കാതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഉത്സവങ്ങൾ എല്ലാ സമയത്തും ഉത്സവങ്ങളാ, എല്ലാ സമയത്തും ആഘോഷങ്ങളാ. അപ്പോൾ ഈ ആഘോഷങ്ങൾ സമയത്ത് ശരിക്കും ഇങ്ങോട്ടേക്ക് ആരും വരാതിരുന്നാൽ മതി എന്നും കൂടെ പറയാമോ? അല്ലെ, എന്താണ് പറയാനുള്ളത്? ഈ ബഹുമാനപ്പെട്ട MLA ഈ ലോറിക്കാരെ കുറിച്ച് നടത്തിയ ഈ പരാമർശം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞങ്ങളെ ഏറിയ കൂറ് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ബഹുമാനപ്പെട്ട MLAയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് പിന്നിൽ നിൽക്കുന്ന ഞാൻ അതാ ചോദിക്കുന്നത്. അതായത് ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ടി സിദ്ദിഖ് MLA എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് സ്വീകാര്യനാണ്, അത്യാവശ്യം നല്ല രീതിയിലേക്ക് എല്ലാവർക്കും അല്ലെ സമ്മതനാണ്. എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ കേരളത്തോടെ ചോദിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ ബോധമില്ലാതെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കൊക്കെ രാഷ്ട്രീയ ബോധമില്ലാതെ പ്രസ്താവന നടത്തുന്ന സാഹചര്യമുണ്ട്. അതിൽ ആ തെറ്റുപറ്റിയാ തുറന്നു പറയണ്ടേ ഞാൻ തെറ്റുപറ്റി എന്നുള്ളത്? തീർച്ചയായും പറയണം. കാരണം മനുഷ്യർ നിങ്ങളും ആവശ്യപ്പെടുന്നത് അത് തന്നെയല്ലേ? തീർച്ചയായും. കാരണം ഒരു തെറ്റുപറ്റിയാൽ അത് തിരുത്തുക എന്നതാണ് മനുഷ്യ സഹജമായ കാര്യം. ആ കാര്യം MLA ചെയ്യേണ്ടിയിരുന്നു. കാരണം ഇവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമല്ല. കാരണം ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചുരത്തിലൂടെ സർവീസ് നടത്തുക എന്നത് ജീവിത പ്രശ്നമാണ്. അത് എന്നും നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്. അതിനെതിരെ ഈ തരത്തിൽ പ്രതിഷേധവുമായിട്ട് ബഹുമാനപ്പെട്ട MLA എന്ന് മാത്രമല്ല, ഭരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും വന്നാലും ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യും. അത് തീർച്ചയായും ഉറപ്പായും. ഞാൻ പറയുന്ന അത്തരം ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തായാലും പ്രതിഷേധം നടത്തുന്നതാണ്. നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് സാധനം പബ്ലിഷ് ചെയ്തത് പിന്നെ എനിക്ക് ചെയ്യാൻ കഴിയില്ലേ? കാതർക്ക, നമ്മൾ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന അല്ലേ, എന്താണ് അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ? അതിനപ്പുറത്തേക്ക് ഇത്തരം രീതിയിലേക്ക് ഈ വയനാട് ചുരം പോലെ അതുപോലെ പല ചുരങ്ങളുണ്ട്. ഈ അവശ്യ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താതിരുന്നതിൽ ഒരാഴ്ച ബ്ലോക്കായി കഴിഞ്ഞാൽ ഇവർക്കും കുടുംബം കുട്ടികളില്ലേ? ഇന്ത്യ രാജ്യത്ത് ഒരു വയനാട് ചുരം അല്ലുള്ളത്, ആയിരക്കണക്കിന് ചുരങ്ങളുണ്ട്. അവിടെ ഒന്നും ലോറി പോയിക്കൂടാ, ബസ് പോയിക്കൂടാ, സമയനിയന്ത്രിതമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വയനാട് കാട് അടക്കും 9 മണിക്ക്, പിന്നെ വണ്ടി വരില്ല, പിന്നെ വരുന്നത് പകലാ, ബ്ലോക്കാവും. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലം കഴിഞ്ഞില്ലേ, അന്നുള്ള റോഡാ അത്. റോഡിന് മാറ്റമൊന്നും വന്നില്ല. 3-4 വളവ് കുറച്ച് വീതി കൂട്ടി, വണ്ടികൾ എത്ര ഇറങ്ങി? 10-25 കൊല്ലം കൊണ്ട് കോടിക്കണക്കിന് വണ്ടി ഇറങ്ങി. ആ വണ്ടിയൊക്കെ ഓടുന്നത് ഇവിടെ. അപ്പോൾ വയനാട്ടിലുള്ള കുന്നും മലയൊക്കെ ഇടിച്ച് അവിടെയൊക്കെ ചെറിയൊരു കുടിഞ്ഞിൽ വെച്ച് കെട്ടി റിസോർട്ടാക്കി പൈസ സമ്പാദിക്കുന്ന ഒരു ലോബി. അവർക്ക് ഒത്താശ പാടിയ ടി സിദ്ദീഖിന് ഞങ്ങൾ ലോറി കുടുംബം ഒരിക്കലും വെറുതെ വിടില്ല. സിദ്ദീഖ് പരസ്യമായി മാപ്പ് പറയണം, പരസ്യമായിട്ട് ലോറി പ്രസ്ഥാനത്തിനോട് മാപ്പ് പറയണം. അത് പറയുന്നത് വരെ ഈ സമരങ്ങൾ തുടർന്നു പോകും. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ.
ഞങ്ങൾ ജീവൻ കൊടുത്ത് ഈ ചുരം നിലനിർത്തും. ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഈ ചുരം. ഇതിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇതെനിക്ക് ഈ അവസരത്തിൽ പറയാം. ഈ ചുരം എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ കാലത്ത് ചുരം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രീതിയിലേക്കുള്ള ഒരു റോഡായിരുന്നു അല്ലേ? ചെറിയ രീതിയിലേക്കുള്ള റോഡായിരുന്നു. അതായത് ഇന്ന് ഈ വികസനം നടത്തിയത് കൊണ്ട് മാത്രമാണ്, ഓരോ ഘട്ടങ്ങളായിട്ട് വികസനം നടത്തി ഓരോ വളവുകളും വലിച്ചെടുത്ത് ക്ലിയർ ആക്കിയതാണ് ഇതിലെ അല്ലേ? സർക്കാർ തലത്തിൽ ശരിക്കും റോഡ് ടാക്സ് എന്നുള്ള സാധനം നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അല്ലേ? ഈ റോഡ് ടാക്സ് അടയ്ക്കുന്നുണ്ട് നമ്മൾ ഇല്ലേ? എന്നിട്ടും നല്ല റോട്ടിലൂടെ പോകണമെങ്കിൽ ശരിക്കും ടോള് നമ്മുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുന്നുണ്ട് ഉണ്ടല്ലോ അല്ലെ? ലോറി ഒരൊറ്റ പ്രാവശ്യം ലോറി കടന്നു പോകുന്ന എത്ര രൂപയാണ് ടോൾ വാങ്ങുന്നത്? അത് പല ടോളിലും പല പൈസകളാണ്. 1000 രൂപ ഉണ്ട്, 1500 ഉണ്ട്, 500 ഉണ്ട്, 300 ഉണ്ട്. ഓരോരോ ടോളിനും അതിനനുസരിച്ച് റോഡിനനുസരിച്ച് ടോൾ വാങ്ങും. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മള് റോഡ് ടാക്സ് അടക്കുന്നുണ്ട് അല്ലേ? ഉണ്ടല്ലോ അല്ലെ? ആ റോഡ് എവിടെ? ആ റോഡ് അതന്നെ ഇവിടുത്തെ മെയിൻ വിഷയം. ഇവിടുത്തെ ലോറിക്കാർക്ക് ഓടാൻ റോഡും ഇല്ല. എന്നാല് മറ്റുള്ള സ്റ്റേറ്റിനെക്കാട്ടിയും ഡബിൾ ടാക്സും, ഡീസലിന് മറ്റുള്ള സ്റ്റേറ്റിനെക്കാട്ടി 2 രൂപ 3 രൂപ കൂടുതൽ. എന്നാലും ഞങ്ങള് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിന് ഞങ്ങളുടെ വാടക, അതായത് ഇവിടെ ഓട്ടോറിക്ഷ ഓട്ടായാലും ബസ്സിനായാലും ഒരു നിശ്ചിത ഒരു ഫീസ് ഉണ്ട്, അതായത് ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് ഇന്ന് വരെ സർക്കാർ ഇന്ന് വരെ ഞങ്ങൾക്ക് അത് അനുവദിച്ചു തന്നിട്ടില്ല. ഞങ്ങൾ എന്നും അത് ആവശ്യപ്പെടുന്നതാണ്, ഞങ്ങൾക്കൊരു വാടക നിശ്ചയിച്ച് തരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന്റെ റോഡ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ആ ടാക്സിന് റോഡില്ല. ആ ടാക്സ് അടക്കുമ്പോൾ നമ്മളോട് പറയുന്നത് സുഗമമായിട്ട് ഓടാനുള്ള സാഹചര്യം നമ്മൾ സർക്കാരുകൾ ഒരുക്കി തരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ഓരോ ലോറി ഇറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളാണ് ടാക്സ് കൊടുക്കുന്നത് അല്ലേ? ലോറി ഇറക്കുമ്പോൾ ലക്ഷങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ടാക്സ് റോഡ് ടാക്സ് വേറെ വാങ്ങുന്നുണ്ട്. ഓരോരോ ലിറ്റർ ഡീസൽ അടിക്കുമ്പോഴും അതിനും ഞങ്ങളുടെ റോഡിന്റെ മാർഗത്തിന് പറഞ്ഞിട്ട് അതിനും ടാക്സ് വാങ്ങുന്നുണ്ട്. അതും ഒരു ഭാഗം റോഡിലേക്കാണ് വരുന്നത്. അതിനും ഇവിടെ റോഡില്ല. ഇവിടെ ഏത് വന്നാലും ഈ ചണ്ടക്ക് തല്ലുകൊള്ളുക എന്നുള്ള എന്ത് വിഷയം വന്നാലും ഈ ലോറിക്കാരെ നേർക്കാണ് എല്ലാവരും ചണ്ട മുട്ടുന്നത്. വഴിയിൽ പോണവർക്ക് ആർക്കും ചണ്ട മുട്ടാനുള്ളതല്ല ഇവിടുത്തെ ലോറിക്കാരും തൊഴിലാളികളും എന്നുള്ള ഈ സിദ്ദീഖ് MLA മനസ്സിലാക്കുന്നത് നന്ന്. ഇതിന് മാപ്പ് പറയണ വരെ ഞങ്ങൾ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ വർഷങ്ങളായിട്ട് ശരിക്കും ഇതിലൂടെ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പൊ അന്നത്തെ റോഡ് വളരെ ചെറുതായിരുന്നു. ഇന്ന് ഇത്രയും വലുതായിട്ടുണ്ട്. സർക്കാരുകളല്ലേ റോഡുകൾ വലുതാക്കേണ്ടത്, അല്ലാതെ ഈ ഇത്തരം രീതിയിലുള്ള പ്രസ്താവന നടത്തുന്ന MLA-മാരോട് എനിക്ക് എന്ത് പറയാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നിപ്പോ ഞായറാഴ്ച ആണ്, ലീവ് ദിവസമാണ്. ഇന്നിപ്പോ ഒരു ബ്ലോക്കും ഇല്ല. അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. അവരൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ഇവിടെ കുറച്ച് പച്ച പനിയനും ചുവന്ന പനിയനും ഇട്ട് ഞങ്ങൾ തന്നെ ചുരമെന്നും പറഞ്ഞ് ഞങ്ങളതാണെന്നും പറഞ്ഞ് കുറെ ആൾ ഇതിലങ്ങനെ നടക്കുന്നുണ്ട്. അവരാണ് ഈ റോഡ് ബ്ലോക്ക് ആക്കുന്നത്. അവർക്ക് എന്തിനാ നമ്മളെ ചുരം കൊടുക്കേണ്ട കാര്യം? 3 പോലീസ് ഉണ്ടായാൽ ഇവിടെ ഒരു ബ്ലോക്കും വരൂല. നമ്മള് 97 മുതൽക്ക് പച്ചക്കറ ലോറിയായിട്ട് കയറി ഇറങ്ങുകയും ചെയ്യുന്നതാണ്. ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ടാവില്ല. പിന്നെ കുറെ കാറുകാർ അതിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവരാണ് ഈ ബ്ലോക്ക് മുഴുവനും ഉണ്ടാക്കുന്നത്. അത് നോക്കാൻ പോലീസില്ല. അതിനല്ലേ കളക്ടർമാർ ഈ MLA ഒക്കെ പോകേണ്ടി? ലോറിക്കാരെ പുറത്ത് കുതിര കയറുകയാണോ വേണ്ടി? ഈ MLA എന്താ ചെയ്യേണ്ടത്? അയാളൊക്കെ നോക്കേണ്ടി. കാറ് വരുന്നുണ്ടോ ബസ് പോകുന്നുണ്ടോ എന്നല്ല അയാൾ നോക്കേണ്ടി. എവിടെയോ കിടക്കുന്ന ലോറിക്കാരെ പുറത്ത് അവർ നിർത്തണമെന്നല്ല പറയേണ്ടത്. ഞങ്ങൾ ഇതിലെ പോയേ പറ്റുള്ളൂ. ഞങ്ങളെ നാടാണിത്. ടി സിദ്ദീഖ് MLA പറഞ്ഞ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവൽസ് സമയത്ത് എന്താണ് ലോറികൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഫെസ്റ്റിവൽ എന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു വർഷം ഉണ്ടെങ്കിൽ പിന്നെ സ്കൂൾ വെക്കേഷൻ ആയാലും ഫെസ്റ്റിവൽ ആയാലും വർഷം തോറും ഫെസ്റ്റിവൽ തന്നെ ഉള്ളൂ. കാരണം 2 മാസത്തെ വെക്കേഷൻ ടൈമുകളിൽ ഈ ചുരത്തിലൂടെയുള്ള തിരക്കുകൾ ഞങ്ങൾ കാണുന്നതാണ്. അതുമാത്രമല്ല ക്രിസ്മസിനായാലും പൂജക്കായാലും ഓണത്തിനായാലും ഫെസ്റ്റിവൽ തീരുന്നില്ല. ലോറിക്കാർ അതിനനുസരിച്ച് സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തൂല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ ചുരത്തിൽ മെയിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചുരം സംരക്ഷണ സമിതി, ഗ്രീൻ ബ്രിഗേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ആ ടീമിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ തന്നെ കുറേ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ വന്നുകൊണ്ടാണ് ഈ ചുരത്തിൽ ഈ രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. ഈ ബ്ലോക്കിന്റെ യഥാർത്ഥ കാരണം ഇവിടെ ലൈൻ ട്രാഫിക് തെറ്റിച്ചുകൊണ്ട് വാഹനങ്ങൾ കയറുന്നതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ നിയന്ത്രിക്കാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ ഈ ലൈൻ ട്രാഫിക് തെറ്റിച്ച് കയറുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോലീസും യഥാവിധി അതിൻ്റെ
പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ ഈ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പം നമ്മളെ ഊട്ടി നമ്മളെ അടുത്ത സ്ഥലമാണ്. അവിടെ ഈ ഫെസ്റ്റിവൽ സീസണിൽ പെർമിഷനോട് കൂടിയിട്ട് മാത്രമേ വാഹനങ്ങൾ കയറ്റിവിടുന്നുള്ളൂ. അതുപോലുള്ള ഒരു രീതി ഇപ്പോൾ വയനാട് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടൂറിസ്റ്റ് മേഖലയാണ്. ആ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ ഇതുപോലെ ഒറ്റക്ക നമ്പർ, രണ്ടക്ക നമ്പറൊക്കെ വെച്ചിട്ട് ഈ കാറുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കപ്പെട്ടാൽ തന്നെ ഈ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിലൂടെ ഉള്ള യാത്ര സുഗമമാവും. തീർച്ചയായിട്ടും സുഗമമാവും, അതിലൊരു തർക്കമില്ല. ചുരത്തിലെ ഡ്രൈവിങ് സാധാരണ നമ്മൾ നോർമൽ റോഡിലുള്ള ഡ്രൈവിംഗ് അല്ല. നമ്മൾ 9 വളവുകളുണ്ട് ഇപ്പോൾ വയനാട് ചുരത്തിൽ. ഇത് 36 വളവുകളുള്ള ചുരങ്ങളും ഞങ്ങൾ വണ്ടികൾ ഓടിച്ച് പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നും തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഈ വയനാട് ചുരത്തിനെ അപേക്ഷിച്ചിട്ട്. വയനാട് ചുരത്തിൽ നമ്മൾ ലോറിയായിട്ട് വരുമ്പോൾ വളവുകൾ തിരിയുന്ന അവസരത്തിൽ കുറച്ച് കൂട്ടി റോങ് സൈഡിലേക്ക് കുറച്ച് കയറ്റിയെടുത്താൽ മാത്രമേ ഈ 9 വളവുകളിലൊക്കെ ഞങ്ങൾക്ക് ഒടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് പഴയ കാലങ്ങളിലൊക്കെ കാർ ഡ്രൈവർമാരൊക്കെ ആ ലോറികൾ വരുന്ന സമയത്ത്, അല്ല വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് സ്ലോ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഡ്രൈവർമാർ, പുതിയ കാലത്തിലെ ഡ്രൈവർമാർ പറയുന്നത് എന്തിനാ നിങ്ങൾ കൂട്ടിയെടുക്കുന്നത്, ആ ഇടത്തു ഭാഗത്തൂടെ തന്നെ പോയാൽ പോരെ എന്നുള്ളൊരു ചോദ്യങ്ങളും അതിനെതിരെ കുറിച്ച് കൂടുതലായിട്ട് വിവരമില്ലായിട്ടാണ്. അതെ, അതിനെതിരെയുള്ള പ്രതികരണങ്ങളുമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലോറി ഡ്രൈവർമാർ എന്ന് പറയുന്നത് പക്ക ഡ്രൈവർമാരാണ്. ഞാൻ പറയുന്നത് അവർക്ക് എവിടെയാണ് ആക്സിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് വളവ് തിരിക്കേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ്. ഞാൻ ഇത്ര കാലമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന പല കാറുകളും ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ക്രോസ് ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടാക്കല്ലാതെ ലോറി ഡ്രൈവർമാർ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഡ്രൈവിംഗ് അറിയാത്ത ആളുകളാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എന്താണ്, നിങ്ങൾ ലോറി ഡ്രൈവർ ആണോ? ആ സംഭവത്തിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ള ഡ്രൈവർമാരാണ്. 10-30 വർഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ചുരം തന്നെ ഉപയോഗിച്ച് കയറി ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഈടായിട്ട് ഇതിന്റെ മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രയാസം വന്നിട്ടില്ല. ഈ പിന്നെ ഈ വെക്കേഷൻ ടൈമുകളാണ് നമ്മൾ കൂടുതലും ഈ ചുരത്തിന് നമുക്ക് പ്രയാസങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മളെ MLA പോലത്തെ ആൾക്കാരൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ കാറുകൾ കയറുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അല്ലെ, നിങ്ങളെ പ്രശ്നമല്ല. നിങ്ങൾ വെക്കേഷൻ ഇല്ലാത്ത സമയത്തൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാ. നിങ്ങളുടെ റോഡാണിത്. ഡ്രൈവിംഗ് അറിയാത്ത കാറുകള് ഒരു ഗൾഫിൽ നിന്ന് എവിടുന്നോ വന്നിട്ട് ഒരു കാറ് വാടക എടുത്തിട്ട് ഇങ്ങ് വരും. ഓരോരോ മൾട്ടി ആക്സിൽ വാഹനങ്ങളെ എങ്ങനെ പറഞ്ഞേ, ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓരോരോ കാറുകൾ വാടക എടുത്തിട്ട് അവരുല്ലാസത്തിന് വരുന്നതാ. ഞങ്ങളെ ലോറിക്കാരെ പിറകിൽ പിടിച്ചിട്ട് ഇത് മൾട്ടി ആക്സിൽ വാഹനമാകുമ്പോൾ പിന്നെ മേലെ 3-4 വളവുകൾ ഞങ്ങൾക്ക് റിവേഴ്സ് എടുത്തിട്ട് ഇറങ്ങി പോരാൻ പറ്റൂ. അതിന്റെ പിറകിൽ ഞങ്ങൾക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഇവർ കാറ് കൊണ്ടുവെക്കും. പിന്നെ അത് നമ്മൾ നോക്കിയിട്ട് എടുക്കാനും ഒരുവിധം വണ്ടിയിലൊക്കെ 2 പേരുണ്ടാവെങ്കിലും ഈ വയനാട്ടിൽ ആടെ ഇവിടെ ഒക്കെ എത്തുന്നേരോ ഒരാളാവും ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുന്നത്. ചിലപ്പോൾ ചില വണ്ടികൾ വയനാട്ടിലുള്ള ആളായിരും, ഒരാൾ നാട്ടിലുള്ളതായിരും. അവർക്ക് ഇറങ്ങിപ്പോയി നോക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. അപ്പൊ ഈ കയറി വരുന്ന വണ്ടികൾ ബാക്കിലും നോക്കണം. അപ്പൊ നമ്മളെ സൈഡിൽ കൂടെ വേറെ വണ്ടി വരും. അങ്ങനെ ഈ ഞാൻ ഒരു ചെറിയ സങ്കടം പറയട്ടെ. ഇപ്പോ 6 വരിപ്പാത ഉണ്ടല്ലോ അല്ലേ? അതിലൂടെ ഏത് സ്പീഡ് ട്രാക്ക് ഏതാണ്, നോർമൽ ട്രാക്ക് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ആളുകളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പുതിയതായിട്ട് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ ആണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ലോറി ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഡ്രൈവിംഗ് അറിയാത്ത കുറെ പുതിയ ഡ്രൈവർമാർ വന്ന്, അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, എല്ലാവരും കുറ്റം പറയാനായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. കാര്യം ഡ്രൈവിംഗ് അറിയാത്ത സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവരൊക്കെയാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. കൃത്യമാണ്. ചുരത്തിൽ ഒരു പരിചയവും ഇല്ലാത്ത ഡ്രൈവർമാര്, അഥവാ കാറുകളും ബൈക്കുകളൊക്കെ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഇവിടെ നിന്നാൽ അറിയാൻ പറ്റും. ഒരു 100-150 ബൈക്കുകൾ വന്നിട്ട് പല വണ്ടികളെ ഇടയിൽ കൂടെ പോയിട്ട് എത്ര ആക്സിഡന്റ് മേലെ നടക്കുന്നുണ്ടെന്ന് അറിയോ ഡെയിലി. അതിലേതെങ്കിലും ഒരു വണ്ടി ചുരത്തിൽ നമ്മളെ ലോറി എവിടെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ ഇത് പബ്ലിസിറ്റി ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള ചെറിയ വണ്ടികൾ ഒരു ദിവസത്തിൽ 10ൽ കൂടുതൽ ആക്സിഡന്റ് ഇവിടെ നടക്കുന്നുണ്ട്. ആരും അറിയുന്നില്ല. അതാണ് ഈ ബ്ലോക്ക് ആവാൻ കാരണം. ആർക്കും അറിയാൻ വേണ്ട. ലോറികൾ കയറുന്നുണ്ടോ, അവരാണോ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോ ഈ ഭാരം കയറ്റിയ ലോറികൾ അതിന്റെ സ്പീഡിലല്ലേ പോകും. അപ്പൊ ഈ കാണുന്ന ജനങ്ങളെ വിചാരം ഈ ലോറിയാ ബ്ലോക്ക് ആക്കുന്നത്. ഒരു ലോറിയും ഇതുവരെ ഈ ചുരം ബ്ലോക്ക് ആക്കിയതായിട്ട് ആർക്കും അറിയില്ല. ഇതേപോലെ അത് താഴത്ത് ഇങ്ങനത്തെ ടൂറിസ്റ്റ് ആൾക്കാരൊന്ന് നിയന്ത്രിച്ചാല് ഇതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം. ഈ ലോറികളൊക്കെ ഇറങ്ങാൻ ശരിക്കും കൃത്യമായ കിലോമീറ്ററിലാണ് നിങ്ങൾ താഴത്തോട്ട് ഇറങ്ങുന്നത് അല്ലേ? ഇവിടെ വരെ 100 കിലോമീറ്റർ സ്പീഡ് പോകുന്ന ആളുകളുണ്ട്. ഇറങ്ങാൻ പറ്റൂ. അല്ല, 100 കിലോമീറ്റർ പോകുന്ന ആളുകളുണ്ട്. ഇവിടെ 100 കിലോമീറ്റർ അലൗഡ് അലൗഡ് 100 അല്ല. ഇതില് ഒരു ലോറി ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ചുരം ഇറങ്ങി പോരാൻ പറ്റൂല. ഈ ലോറി ഈ വലിയ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം. ആരും ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നില്ല. ഈ കാറുകൾ നിങ്ങൾക്ക് ഇപ്പം നോക്കുന്നത് ഇപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ വളവിൽ തന്നെ
എത്ര കാറുകൾ എത്ര ലൈനിലായിട്ടാണ് കയറുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതേ സ്ഥാനത്ത് ഒരുപാട് ലോറികൾ പോയില്ലേ, ഏതെങ്കിലും ലോറി ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? അവരുടെ ട്രാക്കിൽ അങ്ങനെ കയറിപ്പോയുള്ളൂ. കരിന്തണ്ടൻ എല്ലാവർക്കും അറിയാം. കരിന്തണ്ടൻ അറിയാത്ത ആളുകൾ ചുരം വഴി കയറി പോകില്ല. കാരണം താഴത്തും മുകളിലും കരിന്തണ്ടൻ്റെ പ്രശ്നമുണ്ട്. കരിന്തണ്ടൻ വഴികാട്ടി കൊടുത്ത് ഉണ്ടാക്കിയ ഒരു ചുരം അന്നു മുതൽ ഇന്ന് വരെ ചരക്ക് ഗതാഗതത്തിനാണ് ഈ ചുരത്തിന് പ്രാധാന്യം. ബ്രിട്ടീഷുകാർ ഈ ചുരം ഉപയോഗിച്ചത് ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ്, അവർ ടൂറിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ പുതിയ ഒരു നിയമം കേരള സംസ്ഥാനത്ത് വയനാട് ജില്ലയെ ടൂറിസ്റ്റ് ഹബ്ബാക്കിയിട്ട് മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു മന്ത്രിയോട്, ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാനുള്ള വഴി എവിടെ? ടൂറിസ്റ്റ് ഹബ്ബാക്കി മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള വഴി റോഡ് മാർഗം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം ഏതെങ്കിലും ട്രെയിൻ മാർഗമോ അത് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടുകയോ അത് അതിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ ചെയ്തിട്ട് ടൂറിസ്റ്റ് ഹബ്ബാക്കാമായിരുന്നു. വയനാട് ജില്ലയിൽ ഈ ചുരത്തിൻ്റെ മുകളിൽ ലക്കിടി ഭാഗം മുതൽ അങ്ങ് ചൂരൽമല വരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പല റിസോർട്ടുകളും ഇന്ന് പണിതിട്ടുണ്ട്. ഈ റിസോർട്ടുകൾക്കൊക്കെ അനുമതി കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഈ റിസോർട്ടുകളിലേക്ക് ജനങ്ങൾ വരണമെങ്കിൽ ഈ ചുരം വഴി അല്ലാതെ 2 ചുരമാണുള്ളത്. ഒന്ന് ഈ ചുരവും മറ്റൊന്ന് കുറ്റ്യാടി ചുരവും. ഈ 2 ചുരത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ ചുരത്തിൻ്റെ വീതിയുള്ള ഭാഗത്ത് കുറേ മണ്ണും കല്ലും കൊണ്ടുപോയി വെച്ചിട്ട് ഉള്ള വീതി ചുരുക്കി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നല്ലാതെ ഈ ചുരത്തിലേക്ക് ഒരു വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു സാഹചര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുത്തതിന് ശേഷം വയനാട് സംഭവങ്ങൾ ടൂറിസ്റ്റ് ഹബ്ബാക്കാമായിരുന്നു. ഇവിടെ നമ്മളെ MLA ലോറിക്കാര് വിവരമില്ലാത്തവരാന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു. ഈ വിവരമുള്ള MLA ഞങ്ങളെപ്പോലത്തെ ലോറിക്കാർക്ക് വയനാട് ജില്ലയിൽ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രാഥമിക കർമ്മം നിർവഹിക്കാനും ടോയ്ലറ്റോ പാർക്കിങ്ങോ വയനാട് ജില്ലയിൽ കൽപ്പറ്റ പരിസരത്തൊന്നുമില്ല. ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മളെ തടഞ്ഞിടാൻ ഉത്തരവിടാറുണ്ട് ഭരണകൂടം. ആ സമയങ്ങളിൽ ഈ സിദ്ദിഖ് MLA ഇടപെട്ടുകൊണ്ട് നമുക്ക് നിർത്താനുള്ള സൗകര്യവും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തി തരണം. ബൈപ്പാസിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ മണ്ണിട്ട് നിരത്തി അവിടെയൊക്കെ വണ്ടികൾ നിർത്താനുള്ള സൗകര്യമുണ്ട്. ആർക്കും പരിശോധിക്കാം. അവിടെ ഒരു വണ്ടി ബൈപ്പാസിൽ സൈഡ് ഇറക്കി നിർത്താനുള്ള ഒരു സാഹചര്യമില്ല. നമ്മൾ മുത്തങ്ങ കാട് തുറന്ന് ഗുണ്ടൽപേട്ട നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കാതെ എവിടെയും നിർത്താനുള്ള ഒരു സൗകര്യവും വയനാട് ജില്ലയിലില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ പ്രാവർത്തികമാക്കി തരിക എന്നല്ലാതെ ലോറിക്കാർക്ക് അന്തല്ല എന്ന് പറഞ്ഞ് നടക്കാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നാൽ നമ്മളെ തിരക്കില്ലാത്ത വാഹനങ്ങളൊക്കെ അവിടെയൊക്കെ പാർക്ക് ചെയ്ത് രാത്രി സമയത്തൊക്കെ ഇറങ്ങി പോയിക്കോളും. അപ്പൊ കുറച്ചൊക്കെ തിരക്ക് കുറയും. അതായത് ലോറി ഡ്രൈവർമാർക്ക് വലിയ രീതിയിലേക്ക് ടി സിദ്ദീഖ് MLA എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട് തന്നെയാണ് ഞാൻ പറയുന്നത്, വലിയ രീതിയിലേക്ക് വിഷമമുണ്ട്. ഇത് മാറ്റി പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ഖേദം പ്രകടിപ്പിക്കാൻ വലിയ രീതിയിലേക്ക് ഇപ്പോൾ സാഹചര്യമുണ്ട്. അത്തരം രീതിയിലേക്ക് കഷ്ടപ്പെടുന്ന ആളുകളാണ് ലോറി ഡ്രൈവർമാർ. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവരിലേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. അത് ഒരുപാട് ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് സംസാരിക്കുന്നത്. കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യാറുണ്ട് നല്ല AC ഇട്ടിട്ട്, പക്ഷേ എങ്കിലും വീട്ടിൽ വന്നാൽ ടയർഡാ, കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക്. അപ്പോൾ കിലോമീറ്ററോളം ഇതൊന്നും ഇല്ലാതെ വലിയ ഭാരം ചുമന്ന് ഒരുപാട് രീതിയിലേക്ക് യാത്ര ചെയ്ത് ഉറങ്ങാതെ കുടുംബത്തെ മാറ്റി നിർത്തുന്ന കുറച്ച് ആളുകളാണ് ഈ ലോറി ഡ്രൈവർമാർ എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റി പറയാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്ക് അത് ചിന്തിച്ച് ചെയ്യണമെന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.